എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി സോയ ചങ്ക്സും പൊട്ടറ്റോ വെച്ചിട്ടുള്ളൊരു ഫ്രൈ ആണ്. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുക, എന്തൊക്കെയാണ് ഇതിന് വേണ്ട സാധനങ്ങൾ എന്ന് നോക്കാം. സോയ ചങ്ക്സ് 1 കപ്പാണ് എടുത്തത്. അത് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച ശേഷം വെള്ളം മുഴുവൻ ഊറ്റി കളഞ്ഞിട്ട്, ഇത് കുറച്ച് വലുതാണ്, അപ്പോൾ 2ആയിട്ട് മുറിച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ നമുക്ക് വേണ്ട ഉരുളക്കിഴങ്ങാണ്. 2 ചെറിയ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കിയതാണ്. പിന്നെ നമുക്ക് വേണ്ടത് സവാള 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, നല്ല നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞതാണ്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. ഇനി നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തു. ഇനി ചൂടായ എണ്ണയിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങും സോയ ചങ്ക്സും വറുത്തെടുക്കണം നന്നായിട്ട്. ഈ ഒരു ഡിഷിലേക്ക് നമ്മൾ മസാലകളും ചേർക്കുന്നുണ്ട്. അതെന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞിട്ടില്ല, അത് ചേർക്കുന്ന സമയത്ത് പറയാമെന്ന് കരുതിയിട്ടാണ്. ഇപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിനി ഈ ഉരുളക്കിഴങ്ങിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് നമ്മൾ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് വെന്ത് കിട്ടിയാൽ മതി. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടിയാൽ മതി. ഉരുളക്കിഴങ്ങ് കളറൊക്കെ മാറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഉരുളക്കിഴങ്ങ് മാറ്റിയ ശേഷം നമ്മൾ അതേ എണ്ണയിലേക്ക് തന്നെയാണ് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുന്നത്. അതും ഉരുളക്കിഴങ്ങിൻ്റെ പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ അത് ഉപ്പ് പിടിക്കില്ല നമ്മൾ കുക്ക് ചെയ്യണ ടൈമിൽ, അതുകൊണ്ടാണ്. സോയ ചങ്ക്സും അതേ കളറ് മാറുന്ന വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സോയ ചങ്ക്സും കളറൊക്കെ മാറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിൽ തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഉള്ളി അത്യാവശ്യം വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മസാലകൾ ചേർക്കണം. അപ്പോൾ എന്തൊക്കെ മസാലകളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിന് ഒരു ബൗളെടുത്തു. അതിലേക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണാണ് ചേർത്തത്. പിന്നെ നമ്മൾ ചേർക്കുന്ന മുളക് പൊടിയാണ് 1 ടേബിൾ സ്പൂൺ. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. പിന്നെ മല്ലിപ്പൊടി ചേർക്കണം. മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂണാണ് ചേർത്തത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് പെരിഞ്ജീരകപ്പൊടിയാണ്. അത് 1 ടീസ്പൂൺ മതി. പിന്നെ നമ്മൾ കുരുമുളക് ചേർക്കുകയാണ്. കുരുമുളകും അതേ നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് ചേർക്കാം. മസാലയ്ക്ക് വേണ്ട ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. ഉള്ളി ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സും ഉരുളക്കിഴങ്ങും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ബൗളിൽ ആക്കി എടുത്ത് വെച്ച മസാലയാണ്, അത് മൊത്തം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറു തീയിൽ വേണം ഇനി ഫ്രൈ ചെയ്തെടുക്കാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറച്ചിട്ട് കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ കളറും അതേ കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ ചേർക്കാം. അപ്പോൾ എണ്ണ ചേർക്കുന്നത് അത്ര ഹെൽത്തി അല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർക്കുന്നത്. ഇത് മസാല കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. നമ്മൾ 3 ടേബിൾ സ്പൂണോളം എണ്ണ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഒരു ഡിഷിൽ, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചത്. ഉപ്പ് കുറച്ച് കുറവാണ്, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 2 നുള്ള് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, 2 നുള്ള് മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറേ പേര് വെജിറ്റേറിയൻസ് ആയിട്ടുണ്ടാവും, കാരണം ക്രിസ്മസിൻ്റെ നോമ്പ് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ശബരിമല സീസൺ തുടങ്ങി. അപ്പോൾ കുറേ പേര് വെജായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ പറ്റുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പുതിയ റെസിപ്പീസായിട്ട് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. വീണ്ടും കാണാം. താങ്ക്